ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ചൊതുക്കുന്ന നയവുമായിട്ട് നിങ്ങൾ പോകേണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ 1-ന് 10,000 10-ന് 100,000 തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. പിണറായി വിജയനോടൊന്ന് പറയുന്നു, നിങ്ങളുടെ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ഇല്ലെങ്കിൽ ഇവിടെ നിയമം കയ്യിലെടുക്കുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഭീതിരഹിതമായി ഈ നാട്ടിൽ ന്യായം നടപ്പാക്കുന്നതിന്, നീതി നടപ്പാക്കുന്നതിന് ഞങ്ങൾ നിലകൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാക്കി കുപ്പായം ധരിച്ചത്. നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനി ഡിവൈഎഫ്ഐക്ക് വേണ്ടി, CPM-ന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ കാക്കി അഴിച്ചു വെച്ച് സംഘടനാ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പോകുന്നതിന് ഞങ്ങൾ എതിരല്ല. ഗവർണർ പോയതുപോലെ പോലീസിന്റെ അകമ്പടി ഇല്ലാതെ, കൊട്ടേഷൻ സംഘത്തിന്റെ അകമ്പടി ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ KSU യൂത്ത് കോൺഗ്രസ് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് അതിന് പുറത്തിറങ്ങാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല, KSU ഉപദ്രവിക്കത്തില്ല, യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഭയമാണ്. കാരണം ഈ കേരളത്തിലെ സാമാന്യ ജനം, ഈ കേരളത്തിലെ വീട്ടമ്മമാർ ചൂല് ചാണകത്തിൽ മുക്കി നിങ്ങളെ അടിക്കുന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളം വെറുത്തിരിക്കുകയാണ്. മകല്ലേ തെണ്ടികളെ ഭരണമാർമ്മ കാണിച്ചരാ വളഞ്ഞിട്ട് 4 സൈഡിലും പോലീസുകാർ വളഞ്ഞിട്ട് 4 സൈഡിലും ഒരാൾ മാറിപ്പോകാതെ സമരത്തിന്റെ ഭാഗമാകാമെന്ന പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ 5 മിനിറ്റ് ആകുന്നതിന് മുൻപ് 4 സൈഡിലും ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രവർത്തനം പോലും വീണ്ടും മർദ്ദിക്കുന്ന സമയത്താണ് ഞാൻ ഇടപെടേണ്ടി വന്നത്. എന്നിട്ടും പോലീസ് ഒരു മര്യാദയുമില്ലാതെയാണ്
കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു ആർഭാട യാത്ര കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ സർക്കാരിന്റെ PR എക്സർസൈസിന് വേണ്ടി നടത്തുന്ന ഒരു ജാഥ ഇവിടെ സംസ്ഥാനമാകമാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ ഗ്രാന്റുകളോ ഈ ഗ്രാന്റ് ഉൾപ്പെടെ ഒന്നും ലഭിക്കാതെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞ് കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ സർക്കാർ കടന്നു പോകുമ്പോൾ അതിനെയൊന്നും വകവയ്ക്കാതെ ഒരു ആർഭാട ദൂർത്തയാത്രയുമായി പിണറായി വിജയൻ കടന്നു വരുമ്പോൾ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ജനാധിപത്യപരമായ രീതിയിൽ KSUവിന്റെ സഹപ്രവർത്തകർ മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ കേരള പോലീസിന് ഇവിടെ ആർജവുമില്ലാതെ ഇവിടെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതല DYFI ഗുണ്ടകളെ ഏൽപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് DYFIയുടെ ഗുണ്ടാപ്പട ഇവിടെ മുന്നോടിയായി യാത്രയുമായി നടന്ന് കേരളത്തിലെ തെരുവോരങ്ങളിൽ സമരം ചെയ്യുന്ന KSUവിന്റെ സഹപ്രവർത്തകരെ അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ആ സമരത്തോട് കേരളത്തിലെ പോലീസിന്റെ സമീപനം എന്താണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെത്തിയപ്പോൾ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിന്റെ തലയടിച്ചു പൊളിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു മാസക്കാലം മുമ്പ് ആർ ബിന്ദുവിനെതിരെ സമരം ചെയ്ത KSUവിന്റെ സഹപ്രവർത്തകൻ നസിയ മുണ്ടപ്പള്ളി എന്ന് പറയുന്ന സംസ്ഥാന ഭാരവാഹിയുടെ തലയടിച്ചു പൊളിക്കുന്നത് കണ്ടു. എന്നാൽ സമാനമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ലാളിക്കുന്ന കേരള പോലീസിനെയും നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു വിരോധാഭാസമാണ്. സമരങ്ങളെ എത്തരത്തിൽ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നൊരു വിരോധാഭാസകരമായ ഒരു സംഭവം നമ്മുടെ മുൻപിലുണ്ട്. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു വാചകമുണ്ട്, ഗവർണർ കുനിയാൻ പറഞ്ഞാൽ മുട്ടിലെറിയുന്നവരാണ് കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഈ പോലീസിന്റെ ഇടയിൽ സംഘപരിവാരവൽക്കരണം നടത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. അതിനെന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? മറിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരെ തല തല്ലിപ്പൊളിക്കുന്ന ഒരു നയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. SFI ഇവിടെ പൊറാട്ട് നാടകവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇവിടെ കേരളത്തിൽ ഇവിടെ ഗവർണറുടെ ഓഫീസിൽ സംഘപരിവാർ ഏജന്റിനെ തിരികെ കയറ്റിയപ്പോൾ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അരിയസ് കർത്ത എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സംഘപരിവാർ ഏജന്റിനെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരികെ കയറ്റിയപ്പോൾ എവിടെയായിരുന്നു SFIയുടെ സംഘപരിവാർ വിരുദ്ധത? അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരവുമായി നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഒന്ന് പറയുന്നു, കേരളത്തിലെ പോലീസിനോട് ഒന്ന് പറയുന്നു, ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ചൊതുക്കുന്ന നയവുമായിട്ട് നിങ്ങൾ പോകേണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ 1-ന് 10,000 10-ന് 100,000 തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ വിദ്യാർത്ഥി യൂണിയന്റെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടുതലൊന്നും വലിയ ഉദാഹരണങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇവിടെ ഈ കേരളത്തിൽ നടന്ന കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. വർഷങ്ങളായിട്ട് SFI കൈയടക്കി വെച്ചിരുന്ന ക്യാമ്പസുകളിൽ ഇതിലും വലിയ കൊടിയ മർദ്ദനങ്ങളും കൊടിയ പീഡനങ്ങളും ഏറ്റുകൊണ്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയത്. SFIയുടെ കുറുവടിക്കും മുളവടിക്കും മുൻപിൽ നെഞ്ചും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി വർഷങ്ങളായിട്ട് SFI കൈയടക്കി വെച്ചിരുന്ന ക്യാമ്പസുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരമുഖത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു കാര്യം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിലും വലിയ ഗുണ്ടകളെ കേരളം കണ്ടിട്ടുണ്ട്. പിണറായി വിജയനേക്കാളും വലിയ ഗുണ്ടയെ കണ്ടിട്ടുണ്ട്. മുണ്ട് മടക്കിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് സമരങ്ങളിലേക്ക് മുന്നിലേക്ക് കടന്നുന്ന EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള SFIയുടെ CPM-ന്റെ ഗുണ്ടകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെയൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വർഷം 10 കഴിഞ്ഞോട്ടെ, പിള്ളേരൊന്ന് വളർന്നോട്ടെ, EMS-നെ EM പൂശി ഇല്ലത്തേക്ക് പറത്തിക്കുമെന്ന് പറഞ്ഞ മുദ്രാവാക്യം ഏറ്റുവിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് പിണറായി വിജയനോടൊന്ന് പറയുന്നു, നിങ്ങളുടെ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ഇല്ലെങ്കിൽ ഇവിടെ നിയമം കയ്യിലെടുക്കുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് KSU DGP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടത് വന്നത് എന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി പിണറായി വിജയൻ നവകേരള സദസ് എന്ന പേരിൽ ഒരു യാത്ര തുടങ്ങിയതിന് പിന്നാലെ കേരളത്തിന്റെ തെരുവിൽ കാണുന്ന കാഴ്ച കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിണറായി വിജയൻ വലിയ പോലീസ് അകമ്പടിയോടുകൂടി, ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അത് പോരാ, ആ ധൈര്യം പോരാഞ്ഞിട്ട്
അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകളെ ചേർത്ത് ഒരു കൊട്ടേഷൻ സംഘം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. KSU ഇന്നും ഇന്നലെയും അല്ല ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. KSU ഇന്നും ഇന്നലെയല്ല ഈ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള സമരവും, സമാധാനപരമായ സമരവും സംഘർഷഭരിതമായ സമരവും KSU നടത്തിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ആരും അകമ്പടിക്കായി ആരെയും കൂട്ടുവിളിക്കാറില്ല. പക്ഷെ ഇന്ന് DGP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് CPM ഏർപ്പാടാക്കിയിട്ടുള്ള, മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് വന്ന് മർദ്ദിക്കാൻ ധൈര്യമില്ല, ഒറ്റയ്ക്ക് KSUവിനെ യൂത്ത് കോൺഗ്രസിനെ നേരിടാൻ ധൈര്യമില്ല. മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോ ആ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസുകാരെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കൊട്ടേഷൻ സംഘത്തിന്, ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിന്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ DGP ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കേരളത്തില് സമൂഹം മൊത്തം പോലീസുകാരെയോ പോലീസ് മേധാവികളോ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പദവിയും കൊണ്ട് മാത്രമല്ല. കേരള സമൂഹം നിങ്ങൾ ധരിക്കുന്ന ആ കാക്കി കുപ്പായത്തിന് വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ കാക്കി ധരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ കയറുമ്പോ നിങ്ങൾ നൽകുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അതായത് ഭീതിരഹിതമായി ഈ നാട്ടിൽ ന്യായം നടപ്പാക്കുന്നതിന്, നീതി നടപ്പാക്കുന്നതിന് ഞങ്ങൾ നിലകൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാക്കി കുപ്പായം ധരിച്ചത്. നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനി ഡിവൈഎഫ്ഐക്ക് വേണ്ടി, CPM-ന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ കാക്കി അഴിച്ചു വെച്ച് സംഘടനാ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പോകുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ ആ കാക്കി ഇട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിച്ചതയ്ക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം തെരുവിൽ അണിനിരന്ന് അവർ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആ സന്ദേശം നൽകിയതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെ കുറിച്ച്. അതിന് ഓശാന പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ PWD മന്ത്രി പറഞ്ഞ എന്താണ്, ഇന്ന് കേരളത്തിൽ ആർക്കും സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത്. ഞാൻ നിസ്സാരമായി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ആ മുഖ്യമന്ത്രി, അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ്, വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. ഇന്ന് ഗവർണർ പോയതുപോലെ പോലീസിന്റെ അകമ്പടി ഇല്ലാതെ, കൊട്ടേഷൻ സംഘത്തിന്റെ അകമ്പടി ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ KSU യൂത്ത് കോൺഗ്രസ് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് അതിന് പുറത്തിറങ്ങാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല, KSU ഉപദ്രവിക്കത്തില്ല, യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഭയമാണ്. കാരണം ഈ കേരളത്തിലെ സാമാന്യ ജനം, ഈ കേരളത്തിലെ വീട്ടമ്മമാർ ചൂല് ചാണകത്തിൽ മുക്കി നിങ്ങളെ അടിക്കുന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളം വെറുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഭയമാണ്. നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല. ഇന്ന് കേരളത്തിൽ ആർ സ്വൈര്യമായി ഇറങ്ങി നടന്നാലും, ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കേരളത്തിന്റെ തെരുവിൽ നടക്കാനുള്ള ധൈര്യമില്ല. എന്നിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ മരുമകനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ ഭാര്യ പിതാവിനെ ഒറ്റയ്ക്ക് തെരുവിലയക്കാൻ? നിങ്ങൾ തെരുവിലയച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ ഭരണവും നിങ്ങളുടെ മുഖ്യമന്ത്രിയും അതപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നവകേരളം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് നവകേരളമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇന്നൊരു വിദ്യാർത്ഥി സമൂഹത്തെ മുന്നിൽ നിർത്തി ഞാൻ പറയുന്നു, 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. എല്ലാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തകരാറിലായി, അങ്ങേയറ്റം ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതാതെ പാസ്സാകുന്ന നവകേരളത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? പരീക്ഷ എഴുതാത്തവന് 1ാം റാങ്ക് കിട്ടുന്ന നവകേരളത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അഭയാർത്ഥികളെ പോലെ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെയാണ് നിങ്ങൾ പറയുന്നത് നവകേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന്. നിങ്ങൾ സൃഷ്ടിച്ച നവബംഗാൾ ഉണ്ടല്ലോ, നിങ്ങൾ നവബംഗാൾ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കേരളത്തിന്റെ തെരുവിൽ മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ബംഗാളി ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായിരുന്നവരും ഇന്ന് കേരളത്തിൽ അലയുന്നത്.
നിങ്ങൾ ഒരു കേരളത്തിൽ നവകേരളം സൃഷ്ടിക്കാൻ പോയാൽ നാളെ കേരളത്തിലെ വിദ്യാർത്ഥികൾ, നാളെ കേരളത്തിലെ യുവാക്കൾ ഈ നാട്ടിലില്ലാത്ത സ്ഥിതി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നവകേരള സൃഷ്ടിയെ ഞങ്ങൾ എതിർക്കുന്നത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയാണല്ലോ. ഈ കഴിഞ്ഞ മാസമാണ് ഈ സംസ്ഥാനത്ത് ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ, കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്ന 2 പരീക്ഷകൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലേ? ചോദ്യപേപ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ നിങ്ങൾ നൽകിയതുകൊണ്ടാണ് ഹിസ്റ്ററി പരീക്ഷ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. ഇതാണോ നവകേരളം? ഇതാണോ നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്നതിനെതിരെ KSUവിന്റെ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ കാഹളമാണ് ഞങ്ങൾ ഇവിടെ മുഴക്കിയിട്ടുള്ളത്. ഇതൊടുക്കമാണെന്ന് വിചാരിക്കേണ്ട, ഇതൊരു തുടക്കമാണ്. KSUവിന്റെ ചരിത്രം പിണറായി വിജയൻ നോക്കുന്നത് നല്ലതാണ്. അടിച്ചൊതുക്കി അല്ലെങ്കിൽ ഭയപ്പെടുത്തി കേസുകളിൽ ജയിലിലടച്ച് KSUവിനെ അങ്ങ് ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ സാക്ഷാൽ നിങ്ങളുടെ പൂർവികനായിരുന്ന EMS നമ്പൂതിരിപ്പാടുണ്ടല്ലോ, എല്ലാ അധികാരവും ശക്തിയും എല്ലാ അധികാരവും കയ്യിലുണ്ടായിരുന്നപ്പോ എല്ലാ നിലയ്ക്കും KSUവിനെ അടിച്ചു തകർക്കാൻ, അടിച്ചൊതുക്കാൻ EMS പരിശ്രമിച്ചെങ്കിൽ ഒരു സമരാഗ്നി പോലെ ആളിക്കത്തിയ ആ സമരാഗ്നിയിൽ EMSന് പോലും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണോ പിണറായി? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ തെരുവിൽ വീഴുന്ന ഓരോ KSUക്കാരന്റെ രക്തവും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റ് വീഴുന്നത് പോലെയാണ്. ഞങ്ങൾക്ക് ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ രക്തവും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്നത് പോലെയാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ കരുതണ്ട. ഏതറ്റം വരെ പോയി അവരുടെ മുമ്പിൽ നിന്ന് അവരെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് എന്ന പാർട്ടി ഏതറ്റം വരെ പോയി മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഈ DGP ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ജനം പറയുന്നുണ്ട്. പിണറായിയുടെ ഗുണ്ടകളെ ആരുക്കാണ് തല്ലണ്ട്? യദവനാണ് തല്ലണ്ട്. കാണട്ടെ ഇവിടെ, കാണട്ടെ ഇവിടെ, കാണട്ടെ
ഞങ്ങൾ എന്ത് പോലീസുകാർക്ക് പരിക്ക് പറ്റിയോ? ഞങ്ങൾ എന്ത് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ വളരെ മാന്യമായിട്ടുള്ള നിങ്ങൾ കൈ തല്ലി ഓടിക്കുന്ന സമയം ഇത് വേണ്ട. നിങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ട് എംഎൽഎ മുമ്പിലിട്ട് അടിച്ച് എംഎൽഎ മുമ്പിലിട്ട് മാത്യു സാർ നിൽക്കുമ്പോൾ അടിക്കില്ലേ? മാത്യു സാർ അടിച്ചിട്ടുണ്ടോമാര് എസ്എഫ്ഐക്കാരോട് കാണിക്കുന്നുണ്ടാ നമ്മളെ മാത്രമാണ് അടിക്കുന്നത്. തലയടിച്ച് പൊടിച്ചേക്കാം. നമുക്ക് എന്താ അടി അടിച്ചിരിക്കുന്നത്? മുമ്പാര് തെരുവിൽ തിമ്മാരി അടി അടിക്കാം. അത് എംഎൽഎ നിൽക്കുമ്പോ ഒരു എംഎൽഎ അവർ അടിക്കുക. അതിപ്പോ ബാക്കിയുള്ള അവസ്ഥ എന്താ?
അഹങ്കരിച്ചുകൂടി എന്നുള്ള ആർഷണൊക്കെ ആർഷങ്ങൾക്ക് മകല്ലേ തെണ്ടികളെ ഭരണം മാറുമ്പോ കാണിച്ചരാ നീയൊക്കെ ഇവിടെ സമരം ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ആവുമ്പോഴാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ജലവിരികയായാലും ലാത്തി ചാർജായാലും നിങ്ങൾ കണ്ടത്. നമുക്ക് ഉദ്ഘാടനത്തിന് ശേഷം ഒരു 5 മിനിറ്റ് പോലും മുദ്രാവാക്യം വിളിക്കാനോ സമരം ചെയ്യാനോ സ്വാതന്ത്ര്യം തരാതെ ആ രീതിയിലുള്ള അടിച്ചമർത്തലാണ് ഞങ്ങൾ അവിടെ സമരത്തിന്റെ തുടക്ക സമയത്ത് പ്രസംഗത്തിന് ശേഷം മാറി നിൽക്കുന്ന സമയത്താണ് മൈക്കിലേക്കും ചെവിയിലേക്കും ആവർത്തിച്ച് ജലവീരയ്ക്ക് അടിച്ചതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പരിക്ക് പറ്റിയത്. അതിനുശേഷം വളഞ്ഞിട്ട് 4 സൈഡിലും പോലീസുകാർ വളഞ്ഞിട്ട് 4 സൈഡിലും ഒരാൾ മാറിപ്പോകാതെ സമരത്തിന്റെ ഭാഗമാകാമെന്ന പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ 5 മിനിറ്റ് ആകുന്നതിന് മുൻപ് 4 സൈഡിലും ഒരു സർക്കിള് ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിലെ ഞങ്ങൾ ശക്തമായിട്ടുണ്ട്. ആ തുടക്കത്തിൽ പോലീസിന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ സംഭവം തല്ലും
అయితే പ്രവർത്തകർക്കേറ്റ പരിക്കാണ് ഏറ്റവും പ്രധാനം. കാരണം അന്ന് ട്രെയിനിൽ നിന്നും ചോര ഒലിച്ച് തല പൊട്ടി അതുപോലെ കാല് കൈ മുടിഞ്ഞ പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ മാറ്റി പോലീസ് ഒരു സഹകരണവും ആ നിലയിലുള്ള ഒരു ക്രൂരമായ മർദ്ദനമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഇല്ല. പോലീസ് ആ സമയത്ത് പോലും ഒരു പ്രവർത്തകനെ വീണ്ടും ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രവർത്തകനെ പോലും വീണ്ടും മർദ്ദിക്കുന്ന സമയത്താണ് ഞാൻ ഇടപെടേണ്ടി വന്നത്. എന്നിട്ടും പോലീസ് ഒരു മര്യാദയുമില്ലാതെയാണ് ഇന്ന് വെൽ പ്ലാൻഡ് ആയിരുന്നു. പോലീസ് അടിച്ച് നിർദാരുണ്യം അടിക്കാൻ തീരുമാനിച്ചു വന്ന പ്രവർത്തകരെ മർദ്ദിച്ചു അവരെല്ലാം പരിക്കേൽപ്പിച്ചു. തീർച്ചയായിട്ടും ഇതുകൊണ്ട് പോലീസിനെ വെച്ച് അടിച്ചു കൊടുക്കാമെന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ ഈസ് അബ്സല്യൂട്ട്ലി ഹി മേഡ് എ ബിഗ് മിസ്റ്റേക്ക്. മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്ര ക്രൂരമായി കൈകാര്യം. കാരണം ഇതിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പോലീസ് സാധാരണഗതിയിൽ ഇതുപോലുള്ള സമരങ്ങളെ സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ഞങ്ങൾക്കറിയാം. കാരണം എത്രയോ സമരങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തില്ല, ഞങ്ങൾക്കറിയാം അതിൻ്റെ രീതി. പക്ഷേ ഇന്ന് അടിക്കണമെന്ന് തീരുമാനിച്ച് വളഞ്ഞിട്ടടിക്കണമെന്ന് തീരുമാനിച്ച് പെൺകുട്ടികളടക്കം ടാർഗറ്റ് ചെയ്ത് പോലീസ് അറ്റാക്ക് ചെയ്യായിരുന്നു. ഞാനതിന് ദൃക്സാക്ഷിയാണ്. ഞാനൊരു MLA ഒരു ജനപ്രതി എന്ന പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത്. പോലീസ് അങ്ങേയറ്റം ക്രൂരമായി പ്ലാൻഡായി നിഷ്ഠൂരമായി വിദ്യാർത്ഥികളെ മർദ്ദിക്കുക. MLA ഒന്ന് കൈയൊന്ന് കാണിക്കാമോ? മൈക്ക് മാറ്റിക്കോ ഹലോ. എന്തേ പോയ മുതലാളിയൊക്കെ തൊഴിലാളികളൊക്കെ അടിച്ചിട്ട് കല്ലുമായിട്ട് പുറകെ വന്നിട്ട് ഇവിടുത്തെ തൊഴിലാളികളുടെ നേരെ ആക്രമണം നടത്തുമായിരുന്നു. ഞങ്ങൾ പറയുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക. പോലീസിനെ ആരാണ് ഇത് ചെയ്ത് അവർക്ക് നിയമ നടപടി സ്വീകരിച്ച് നാളെ നമ്മൾ പ്രശ്നം സംഘടിപ്പിക്കും. ഒറ്റയുടെ കാറ്റഗറി മൊത്തം സമീപിക്കും. ഒറ്റ സാധനം ഇറക്കൂല. ഇതിനൊരു നടപടി എടുത്തിട്ട് നാളെ നമ്മളെ മൊത്തം സമീപിക്കും. അത് പറയുന്നത് ഇപ്പോൾ തൊഴിലാളികളാണ്. യൂത്ത് കോൺഗ്രസ് ആരായാലും കേസ് നമുക്കൊരു വിഷയമില്ല. നമുക്കാണ് SFI പിള്ളേർ പറയും കൂടെ ഇപ്പം ഇറക്കി ഇവിടെ കലാഭൂമി ആയിക്കൂടെ. എന്താണ് നമ്മൾ ചെയ്യാത്ത ആത്മസ്വയം പാലിക്കണമെന്ന് പറഞ്ഞിട്ട് അവന്മാരെ കുറേ വിവരമില്ലാത്ത കുറേ ഇറക്കി വിട്ടു. തൊഴിലാളികളെ മറന്നു കണ്ണിന് സാഹചര്യം ഉണ്ടായിരുന്നു.